വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ CBSE നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് ആയിരുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആസിഡ്സ് എന്ന് പറയുന്നതിന് പൊതുവേ എന്താണ്, സോ ടേസ്റ്റ് ആണ് അല്ലേ. ബേസ് എന്ന് പറയുന്ന സമയത്ത് അതിന് എന്താണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചേ, നമുക്കൊരു സബ്സ്റ്റൻസ് കിട്ടിയിട്ട് അത് ആസിഡിക് ആണോ അത് ബേസിക് ആണോ അല്ലെ, അതിന്റെ നാച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമുക്കറിയാത്ത ആളുകളെ ഒന്നും കയറി എന്ത് ചെയ്യരുത്, ടേസ്റ്റ് ചെയ്യരുത്. നമുക്കറിയാത്ത സബ്സ്റ്റൻസ് ഒക്കെ എടുത്ത് വായിലേക്ക് ഇടാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ അല്ലേ. എന്താണ് അതിനകത്തുള്ളത്? ഇനിയിപ്പോൾ ആസിഡിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വീക്ക് ആസിഡ് ആണ് നമ്മുടെ ഫുഡിലൊക്കെ ഉള്ളത്. എന്നാൽ അല്ലാത്ത ആസിഡുകളുണ്ട് അല്ലേ, സ്ട്രോങ് ആസിഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? സോ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു സബ്സ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത്, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് അല്ലേ. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഒരു ഗിവൺ സബ്സ്റ്റൻസ് അല്ലേ അത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു മാർഗം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ്, യെസ്, ടൂൾ ആണ് എന്ത്, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുന്നത്? യെസ്, അതിന്റെ കളർ ചേഞ്ചിലൂടെയാണ് കേട്ടോ. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും അതിൽ എന്തുണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ച് എന്താണെന്ന് നമുക്ക് അറിയുമെങ്കിൽ ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, തന്നിട്ടുള്ള സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയാണ്. അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഏതൊക്കെയാണത്? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ലിറ്റ്മസ് ആണ് അല്ലേ, നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ലിറ്റ്മസ് ആണ്. മറ്റൊന്ന് നമ്മുടെ ടേർമറിക് ആണ്. അതുപോലെ ഒന്ന് നമ്മുടെ ചൈനാറോസ് പെറ്റൽസ് അല്ലെ, ഹിബിസ്കസ് പ്ലാന്റ് ആലോചിച്ചാൽ മതി, ചൈനാറോസ് പെറ്റൽസ് അല്ലെ. ഇത് മൂന്നും എന്താണ്, യെസ്, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഓരോന്നിലും എങ്ങനെയാണ് ഇതിന്റെ കളർ ചേഞ്ച് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ, തന്നിട്ടുള്ള സബ്സ്റ്റൻസ് ആസിഡ് ആണോ അല്ല അത് ബേസ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് ലിറ്റ്മസ് നോക്കാം അല്ലെ. ഈ ലിറ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരത്തിന്റെ മുകളിലൊക്കെ കാണുന്ന ലൈക്കൻസ് ഉണ്ട്, ആ ലൈക്കൻസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ലിറ്റ്മസ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള ലിറ്റ്മസ് പേപ്പേഴ്സ് ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, രണ്ട് കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് ബ്ലൂ കളർ ഉണ്ട്, മറ്റൊന്ന് നമുക്ക് റെഡ് കളർ ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളറും റെഡ് കളറും ആസിഡിലും ബേസിലും ഏത് കളറാ കാണിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലെ. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഒരു ആസിഡിക് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആസിഡും നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലൂ ലിറ്റ്മസിന്റെ കളർ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്ന ആളാണ് ആര്, നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും ആസിഡിക് സൊല്യൂഷനിൽ. ബേസിൽ അതിന് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത, റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ അല്ലേ. നമ്മുടെ ബേസിൽ റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറും, ബ്ലൂ കളറായിട്ട് മാറും. നമ്മൾ എടുത്തിട്ടുള്ള സൊല്യൂഷൻ ബേസിക് നാച്ചുറൽ ഉള്ളതാണെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറാണ് ഡിപ്പ് ചെയ്തതെങ്കിൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും, ബ്ലൂ ആയിട്ട് മാറും. എന്നാൽ അസിഡിക് സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിന് എന്തില്ല, പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നത് ആരാണ്, ആസിഡ്സ് ആണ്. റെഡിനെ ബ്ലൂ ആക്കുന്നത് ആരാണ്, അത് ബേസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടർമറിക് ആണ് അല്ലേ. ഇത് ഓർത്ത് വയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചിലപ്പം കറിയൊക്കെ ആവാറുണ്ട് അല്ലേ. കറി എന്ന് പറയുന്ന സമയത്ത് ആ കറി ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു യെല്ലോ കളർ നമ്മളുടെ എന്തിലാവും, ഡ്രസ്സിലാവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കറി എന്ന് പറയുമ്പോൾ കറീൻ്റെ അകത്ത് എന്തായാലും എന്തുണ്ടായിരിക്കും, നമ്മുടെ ടേർമറിക് ഉണ്ടായിരിക്കും അല്ലേ. അതിൻ്റെ ആ ഒരു യെല്ലോ കളറാണ് നമ്മുടെ ഡ്രസ്സിലാവുന്നത്. ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പ് ആഡ് ചെയ്യും അല്ലേ. അങ്ങനെ സോപ്പ് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രസ്സിലുള്ള ആ ഒരു കറ ഇല്ലേ, ആ ഒരു കളർ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറുന്നത് കാണാം. ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് അല്ലേ. അപ്പൊ ആ ബേസ് ടർമറിക്കും ആയിട്ട് അല്ലേ, ടർമറിക് നമ്മുടെ ബേസ് ആഡ് ചെയ്ത സമയത്ത് എന്തായി, റെഡ് കളറായിട്ട് മാറി. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ടർമറിക് എന്ന് പറയുന്ന സമയത്ത് അതൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് അല്ലേ. അതിന്റെ പ്രത്യേകത ബേസിൽ അതിന്റെ കളർ എന്താണ്, റെഡ് ആണ്. നേരെ മറിച്ച് ആസിഡിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ലെമൺ ജ്യൂസ് ഒക്കെയാണ് ആഡ് ചെയ്തതെങ്കിൽ എന്തുണ്ടാവില്ല,
കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, യെല്ലോ കളറാണ് കാണിക്കുക. അപ്പൊ ആസിഡിലുള്ള കളർ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ കളർ തന്നെയാണ്. എന്നാൽ ബേസിൽ അതിന്റെ കളർ എന്താണ്? റെഡ് കളറാണ്. അപ്പൊ നമ്മൾ 2 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്തു? പരിചയപ്പെട്ടു അല്ലെ. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹിബിസ്കസ് അല്ലെങ്കിൽ നമ്മുടെ ചൈന റോസ് പെറ്റൽസ് ആണ്. ചൈന റോസ് പെറ്റൽസ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊണ്ട് നമ്മൾ ആ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അസിഡിക് സൊല്യൂഷനിൽ അതിന്റെ കളർ എന്തായിട്ട് മാറും? ഒരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മെജന്ത കളറായിട്ട് മാറും. എന്നാൽ ബേസിക് സൊല്യൂഷനിൽ അത് എന്തായിട്ട് മാറും? നല്ല ഗ്രീൻ കളറായിട്ടും മാറും. ഓക്കെ, അപ്പൊ അസിഡിക്കിലാണെങ്കിൽ ഡാർക്ക് പിങ്ക് ആണ്, ബേസിക്കിലാണെങ്കിൽ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പൊ നമ്മൾ 3 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള 3 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ്, അതിന്റെ കളർ ചേഞ്ച് എന്താണെന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഉടനെ തന്നെ കമന്റ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും ബൈ.